ബൈബിളിലുള്ള ദൈവവും ഖുറാനിലുള്ള ദൈവവും ഒന്ന് തന്നെയാണെന്ന് പലരും എന്നോട് ചോദിക്കാറുണ്ട്. അതിനൊരു ഒറ്റ ഉത്തരവ്, രണ്ട് ദൈവമാണ് കേട്ടോ. രണ്ട് വ്യക്തികളാണ്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കഴിഞ്ഞ ദിവസം ഞാനൊരു അറബ് ഇസ്രായേൽ യുദ്ധത്തിൽ അടുത്ത 30 വർഷം എന്ത് നടക്കുമെന്ന് ദാനിയേൽ പ്രവചനത്തെ അടിസ്ഥാനപ്പെടുത്തി ഞാനൊരു വീഡിയോയുടെ സീരിയൽ ചെയ്തായിരുന്നു. ഇതുപോലൊരു സീരിയൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഖുറാൻ പണ്ഡിതനുണ്ടോ? അടുത്ത ഒരു 30 വർഷത്തേക്ക് ലോകത്തിൽ എന്തൊക്കെ നടക്കും ഖുറാനെ അടിസ്ഥാനപ്പെടുത്തി ഒരു പ്രവചനം നടത്തുവാൻ പര്യാപ്തമായിട്ടുള്ള ഒരു, ഞാൻ ഇസ്ലാമികളെല്ലാം വെല്ലുവിളിക്കുകയാണ്. ഇതുപോലെ 30 വർഷത്തേക്ക് നടക്കുന്നു ഖുറാനെ അടിസ്ഥാനപ്പെടുത്തി നിങ്ങൾക്ക് പറയാനായിട്ട് സാധിക്കുമോ എന്ന് ഞാൻ വെല്ലുവിളിക്കുകയാണ്. ഒരിക്കലും സാധിക്കുക. അതിന് കാരണം എന്താണെന്ന് അറിയാമോ? വരും കാലങ്ങളെ ഇങ്ങനെ വളരെ വ്യക്തമായിട്ട് തൻ്റെ ദാസന്മാർക്ക് വെളിപ്പെടുത്തി കൊടുക്കുന്ന ഒരേ ഒരു ദൈവീയ ലോകത്തുള്ളത്, അതാണ് യഹോവ എന്ന് പറയുന്ന യേശു മിശിഹ. മറ്റു ദൈവങ്ങൾക്കൊന്നും അങ്ങനെ സാധിക്കുന്നില്ല. ബൈബിള് ഇത് ഞാൻ നടത്തുന്ന പരിപാടിയല്ല, ബൈബിൾ നടത്തുന്ന പരിപാടിയാണ്. നിങ്ങൾക്കറിയാം, അങ്ങനെ ഒരു സംഭവം നിങ്ങളൊരു ഇത് നടത്തിയാൽ അത് ഭാവിയിൽ നടക്കുകയില്ല. അപ്പം തന്നെ ഇത് ദൈവമല്ലെന്നുള്ളത് ആളുകൾക്ക് എല്ലാവർക്കും മനസ്സിലാവും. അതുകൊണ്ടാണ് നിങ്ങൾ അങ്ങനെ ഒരു പ്രവചനം നടത്താൻ തുനിയാത്തത്. നിങ്ങളെക്കൊണ്ട് നിങ്ങളുടെ ഉള്ളിലെ അശുദ്ധാത്മാവ് ഒരിക്കലും നിങ്ങളെക്കൊണ്ട് അങ്ങനെ ഒരു പ്രവചനം നടത്താനായിട്ട് സമ്മതിക്കാത്തതിൻ്റെ കാരണം അതാണ്. പക്ഷേ എനിക്ക് ധൈര്യമുണ്ട്, അങ്ങനെ ഒരു പ്രവചനം നടത്തിയാൽ ഇത് നടക്കും. നിങ്ങൾ നടത്തുന്ന ബൈബിൾ അടിസ്ഥാനപ്പെടുത്തി പറയുമ്പോൾ അത് നടക്കുമെന്ന് എനിക്ക് 100% ഉറപ്പുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ അങ്ങനെ ഒരു വീഡിയോ ചെയ്തത് കേട്ടോ. ഓക്കെ.